മന്ത്രി റോഷി അഗസ്റ്റിൻ ഇപ്പോൾ മീഡിയ കൊണ്ടൊപ്പം ചേരുകയാണ്. ഒരു വലിയ മന്ത്രിപ്പട തന്നെ ഇപ്പോൾ മണ്ഡലത്തിലുണ്ട്. എങ്ങനെയുണ്ട് പ്രചരണം? അങ്ങനെ കണക്കാക്കാനില്ല. തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രത്യേകിച്ച് സ്വരാജ് മത്സരിക്കുമ്പോൾ സ്വരാജുമായിട്ടുള്ള ഒരു അടുപ്പവും സംഘടനാ പ്രവർത്തനത്തിൽ സ്വരാജിൻ്റെ ഒരു നിലപാടുമൊക്കെ ഞങ്ങളേറെ ആകർഷിച്ചിട്ടുള്ളൊരു വ്യക്തിത്വം തന്നെയാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ഞാൻ ഇന്ന് രാവിലെയാണ് വന്നത്. സ്വാഭാവികമായിട്ടും വന്ന കുറച്ച് സ്ഥലങ്ങളിൽ കൂടെ പോയപ്പോൾ തന്നെ തെരഞ്ഞെടുപ്പ് പൾസ് മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് മാത്രമല്ല, ജനങ്ങളെ എത്രത്തോളമാണ് സ്വരാജിനോട് യോജിച്ച് നിൽക്കുന്നത് മനസ്സിലാക്കാൻ കഴിയും. ഒന്ന്, അദ്ദേഹത്തിൻ്റെ സ്വന്തം മണ്ഡലം കൂടിയാണ് എന്ന വിലയിരുത്തൽ ഇതിനകത്തുണ്ട്. രണ്ട്, ഈ സമയത്ത് ഒരു തെരഞ്ഞെടുപ്പ് അനിവാര്യമായിരുന്നോ എന്ന് ചിന്തിക്കുന്ന ഒരു വലിയ സമൂഹത്തെ കണ്ടു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വോട്ട് ചെയ്ത ജനങ്ങളാണ് നിലമ്പൂരുള്ളത്. അവരിതിനാണ് ഇനി വോട്ട് ചെയ്യാൻ പോകുന്നത്. നിലപാടുകൾക്കാണ് ഒരു വോട്ട്. ഭരണത്തിൽ ഏറെ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ കഴിഞ്ഞൊരു മണ്ഡലമായി നിലമ്പൂർ തുടരുമ്പോൾ തുടർച്ചയായ വികസന സാധ്യതകൾക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ ഒരു MLA ഉണ്ടാകണമെന്നുള്ള ആഗ്രഹം നിഷ്പക്ഷരായ ധാരാളം ആൾക്കാരിൽ നിന്ന് കേൾക്കാൻ കഴിഞ്ഞത് ഏറെ സന്തോഷമായി. അതുകൊണ്ട് യാതൊരു ആശങ്കയ്ക്കും ഇടയില്ല. നല്ല തരത്തിലുള്ള റിസൾട്ടായിരിക്കും ഉണ്ടാകുന്നത്. അത് തികച്ചും ഈ ഗവൺമെൻറ്റിൻ്റെയും അതോടൊപ്പം ഒരു തുടർ വികസന സാധ്യതകൾക്കും കൂടുതൽ ആഗ്രഹിക്കുന്ന ജനങ്ങളുടെ ശ്രദ്ധാപൂർവമായ ഒരു നിരീക്ഷണവും ജനാധിപത്യത്തിൽ സംരക്ഷിക്കപ്പെടേണ്ട ചില മൂല്യങ്ങൾ തകർന്നു പോകാതിരിക്കാനുള്ള കരുതലും ഈ തെരഞ്ഞെടുപ്പിലുണ്ടാവും. അതോടൊപ്പം തന്നെ ഇപ്പം സൂചിപ്പിച്ചതുപോലെ PV അൻവർ ഈ സമയത്ത് മത്സര രംഗത്തുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ തെരഞ്ഞെടുപ്പിനെ അങ്ങനെ ബാധിക്കുന്നൊന്നും ഇല്ല. വ്യക്തിപരമായിട്ടുള്ള സ്വാധീനങ്ങളാണ് തെരഞ്ഞെടുപ്പിൻ്റെ മാനദണ്ഡമെന്ന് കരുതുന്ന ഒരു കാലഘട്ടം കേരളം പോലെ സംസ്ഥാനത്ത് നിന്ന് മാറ്റപ്പെട്ട് കഴിഞ്ഞു. മുന്നണികൾക്കും തെരഞ്ഞെടുപ്പുകളിൽ വലിയ പ്രാധാന്യമുണ്ട്. ഗവൺമെൻറ്റുകളുടെ പ്രവർത്തനങ്ങൾക്കും പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ എത്രയോ അടിസ്ഥാന വികസന രംഗത്ത് നിലമ്പൂർ പോലുള്ള മണ്ഡലം എടുത്ത് പരിശോധിക്കുമ്പോൾ ആരോഗ്യ രംഗത്തുണ്ടായ മാറ്റം, വിദ്യാഭ്യാസ രംഗത്തുണ്ടായ പുരോഗതി, ഇതെല്ലാം വളരെ വ്യക്തമായി കാണാൻ കഴിയുന്ന ഒരു വലിയ മാറ്റങ്ങളാണ് ഇവിടെ ദർശിക്കാൻ കഴിയുന്നത്. അതിൽ സംതൃപ്തരായ ജനങ്ങളാണല്ലോ വോട്ട് ചെയ്യാൻ വരുന്നത്. അതുകൊണ്ട് അതിനെക്കുറിച്ചൊരു ആശങ്കയുടെ ഫലമില്ല. വ്യക്തിപരമായി വോട്ട് പിടിക്കാൻ കഴിയില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഞാനിവിടെ കണ്ട കാര്യങ്ങളെ വിലയിരുത്തലാണല്ലോ എൻ്റെ ഒരു ആവശ്യം. അപ്പോൾ ആ നിലയിൽ ജനങ്ങളുടെ ഭാഗത്തുണ്ടായ കാഴ്ചകളും സംസാരങ്ങളും പ്രവൃത്തിയും എല്ലാം കാണുമ്പോൾ എനിക്കുണ്ടായ ഒരു ഫീലിംഗാണ് ഞാൻ പറഞ്ഞത്. എല്ലാ വിഷയവും ഇവിടെ നിലമ്പൂരിൽ ചർച്ചയാകുന്നതാണ്. ഇപ്പം 16-കാരൻ്റെ ഒരു മരണം സംബന്ധിച്ച വിഷയം, അതോടൊപ്പം തന്നെ ഇപ്പം ഈ ചെറുപാർട്ടികളൊക്കെ മുന്നണിയിൽ പ്രവേശിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ, അതിനൊക്കെ എന്താണ്? അത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും ഒരു പ്രത്യേകമായി ഞാൻ വിലയിരുത്തപ്പെട്ടിട്ടില്ല. എനിക്ക് തെരഞ്ഞെടുപ്പ് രംഗത്ത് വന്നപ്പോൾ ഉണ്ടായ കാര്യങ്ങളാണ്, എനിക്ക് ശ്രദ്ധയപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. കേരളത്തിലെ ജനങ്ങൾ എത്രത്തോളം തെരഞ്ഞെടുപ്പുകളെ ശ്രദ്ധാപൂർവ്വം വീക്ഷിക്കുന്നു എന്നുള്ളത് പലപ്പോഴും എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ആ നിലയിൽ നോക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പുണ്ടാകാവുന്ന മാറ്റങ്ങൾ എൻ്റെ കണക്കുകൂട്ടലിൽ ആശങ്കയ്ക്കിടയില്ലാതെ ജയിക്കാൻ കഴിയുന്ന വലിയൊരു തെരഞ്ഞെടുപ്പ് ഫലം ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടാവും. സർക്കാരിൻ്റെ വികസനങ്ങളൊക്കെ വോട്ടായി മാറും സ്വാഭാവികമായിട്ട് ചിന്തിക്കുമല്ലോ. മാത്രമല്ല, ഒരു തുടർ ഭരണത്തിലുണ്ടാകുന്ന പിണറായി സർക്കാർ തുടർ ഭരണത്തിൻ്റെ ഭാഗമാണല്ലോ. കേരളത്തിലെ ജനങ്ങൾ അങ്ങനെ ഒരു ഭരണ സംവിധാനത്തിലേക്ക് പിണറായിയുടെ നേതൃത്വത്തിലുണ്ടാവണമെന്ന് ആഗ്രഹിച്ചെങ്കിൽ ആ നേട്ടങ്ങൾക്ക് കോട്ടമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതുകൊണ്ടാണ് അത് അനിശ്ചിതമായിട്ട് തുടരുക. എവിടെയാണ് ഒരു പ്രശ്നം? സത്യത്തിൽ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ, ക്ഷേമ പെൻഷനുകൾ, അടിസ്ഥാനപരമായി ഉണ്ടാകേണ്ട വികസന സാധ്യതകൾ, റോഡുകളുടെ രംഗത്ത്, ആരോഗ്യ മേഖലയിൽ, ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നവീനമായ ചിന്തകൾ, പുതിയ വ്യാവസായിക സംരംഭങ്ങൾ, IT രംഗത്തുണ്ടായ മാറ്റങ്ങൾ, ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ സമാനതകളില്ലാത്ത നേട്ടങ്ങൾ, അതുപോലെ തന്നെ ജലവിതരണത്തിൽ ഇറിഗേഷൻ്റെ ചുമതല വഹിക്കുന്നൊരു മന്ത്രി എന്ന രീതിയിൽ കൂടി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ കുടുംബങ്ങളിലും ശുദ്ധജലം എത്തുന്നതിനുള്ള പദ്ധതി എത്രയോ മുന്നോട്ട് പോയി കഴിഞ്ഞു. അപ്പോൾ കേരളം പോലൊരു സംസ്ഥാനം ജലജീവൻ മിഷൻ പദ്ധതി വന്നപ്പോൾ അതിനോട് യോജിച്ച് നിന്ന് പ്രവർത്തിക്കാൻ കാണിച്ചൊരു താല്പര്യം, 17 ലക്ഷം കുടുംബങ്ങളിൽ മാത്രമാണ് കുടിവെള്ളം എത്താൻ കഴിഞ്ഞിരുന്നതെങ്കിൽ ഇപ്പം 40 ലക്ഷം എത്തി. ഇനി 10-30 ലക്ഷം കൂടി 7-8 മാസം കൊണ്ട് എത്തും. 17 ലക്ഷം കുടുംബങ്ങളിൽ വെള്ളം എത്തിയത് 60 വർഷം കൊണ്ടാണെങ്കിൽ 3 വർഷം കൊണ്ടാണ് 17 എന്നുള്ളത് 40 എത്തിയത്. അപ്പോൾ അങ്ങനെ സമാനതകളില്ലാത്ത മാറ്റങ്ങൾ വരുത്തി മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു ഗവൺമെൻറ് വിലയിരുത്തലിന് ഇതൊക്കെ തീർച്ചയായിട്ടും ജനങ്ങളുടെ മുമ്പിൽ ചർച്ചയാകുമെന്നാണ് ഞാൻ കരുതുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സർക്കാരിൻ്റെ ഒരു വിലയിരുത്തലാകും. എല്ലാ തെരഞ്ഞെടുപ്പുകളും അങ്ങനെയാണല്ലോ. സാങ്കേതികമായിട്ടുള്ള തകരാറുകളോ ബുദ്ധിമുട്ടുകളോ ആരൊക്കെ പറയുമ്പോഴും ജനങ്ങളുടെ ഒരു കാഴ്ചപ്പാടിനെയും കൂടി പ്രതിഫലനം ഇതിനകത്തുണ്ടാവുമല്ലോ. പിന്നെ പ്രത്യേകത ഒരു തെരഞ്ഞെടുപ്പെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഈ ഒരു തെരഞ്ഞെടുപ്പ് ആവശ്യമായിരുന്നോ ഇല്ലയോ എന്ന് ചിന്തിക്കുന്ന ഒത്തിരി ആൾക്കാരെ ഞാൻ കണ്ടു. മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നതിനേക്കാൾ ഏറെ അത്തരം കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട്. 8 മാസക്കാലം ബാക്കി ഒരു തെരഞ്ഞെടുപ്പിലേക്ക് വരുന്നു. ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടാകേണ്ട സാഹചര്യം എന്ത്? അതൊക്കെ ചിന്തിക്കുന്നവരുടെ മുമ്പിൽ ഇവിടുത്തെ ജനങ്ങൾ LDFന് മനസ്സിൻ്റെ അംഗീകാരം കൊടുത്തതാണല്ലോ. 5 വർഷത്തിന് കൊടുത്തല്ലേ. അവരിന് 5 വർഷം ശേഷം തെരഞ്ഞെടുപ്പിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നതിനിടയ്ക്ക് ഒരു തെരഞ്ഞെടുപ്പ് വന്നു.
ആ അംഗീകാരം ജനങ്ങൾ മാറ്റപ്പെടുന്നുണ്ടോ ഇല്ലെന്നാണല്ലോ ചിന്തിക്കേണ്ടത്. മാറ്റപ്പെടാനുള്ള സാധ്യതയില്ല. നല്ല നിലയിൽ വലിയ വിജയം തീർച്ചയായിട്ടും ഈ കാര്യങ്ങളിൽ ഉണ്ടാവും. സ്വരാജ് വലിയ നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും. തീർച്ചയായിട്ടും അത് തന്നെയാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറയുന്നത്. എം സ്വരാജ് വലിയ ഭൂരിപക്ഷത്തിൽ ഈ മണ്ഡലത്തിൽ വിജയിക്കും. ഇവിടെ ഒരു തിരഞ്ഞെടുപ്പ് വേണ്ടതുണ്ടോ എന്നുള്ള കാര്യം ഇവിടുത്തെ വോട്ടർമാർ ചിന്തിക്കുന്നുണ്ട് എന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയാണ്. ഏതാണ്ട് 10ഓളം മന്ത്രിമാർ ഇന്ന് ഇപ്പോൾ മണ്ഡലത്തിൽ പ്രചരണ രംഗത്ത് എത്തിയിട്ടുണ്ട്. സ്വരാജിൻ്റെ പ്രചരണങ്ങളിൽ സജീവമാകുന്നുണ്ട്. ജംഷീർ കുടുങ്ങി, ടീം മീഡിയ 1, നിലമ്പൂർ.